ഡോക്ടർ വർഗീസ് ജോർജ്, നോക്കൂ, കുറ്റമറ്റ പരീക്ഷാ സംവിധാനം വേണം നമുക്ക് എന്നതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. ഇപ്പോൾ സുതാര്യത ഉറപ്പാക്കുന്ന ഒരു ബിൽ ഭേദഗതിയിലൂടെ അവതരിപ്പിച്ചപ്പോൾ അപ്പോഴും വന്ന് ബഹളമുണ്ടാക്കുകയാണ്. ബിൽ അവതരണ വേളയിലൊക്കെ ബഹളമുണ്ടാക്കി അത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്തിന്? അങ്ങനെയല്ല സംഭവിച്ചത്. നമ്മുടെ രാജ്യത്തൊരു വിദ്യാർത്ഥികളുടെ വലിയ പ്രക്ഷോഭം നടന്നു. തുടർന്ന് ഗവൺമെൻറ് അവരുമായിട്ട് ചർച്ചകൾ നടത്തി. അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. വിദ്യാഭ്യാസ സെക്രട്ടറിയായി സ്ഥലം മാറ്റി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 150ഓളം പേരെ പിരിച്ചുവിട്ടു. അതുകൊണ്ട് ആ സമരത്തെ ഗൗരവമായിട്ട് തന്നെ ഗവൺമെൻറ് കാണുകയും ഒരു പുതിയ കർക്കശമായ ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവരികയും ആദ്യമൊക്കെ അല്പം ബഹളം ഉണ്ടായെങ്കിലും വളരെ ഗൗരവമായ ചർച്ചകൾ പാർലമെൻറ്റിൽ നടക്കുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ പാനൽ ഡിസ്കഷനിൽ അതിൻ്റെ പൊളിറ്റിക്സിലേക്ക് പോകാതെ ഈ നീറ്റ് പരീക്ഷയുടെ ഭാവി സംബന്ധിച്ചും ഈ ബില്ലിൻ്റെ പ്രസക്തമായ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള ഒരു ചർച്ചയ്ക്കായിരിക്കും കൂടുതൽ പ്രസക്തി എന്ന് തോന്നുന്നു. കാരണം പ്രതിപക്ഷത്തിന് ഉത്തരം മുട്ടുന്നുവോ, ഭരണകക്ഷി വിജയിച്ചുവോ, അതല്ലല്ലോ ഇനിയുള്ള പ്രശ്നം. ഇനിയുള്ളത് നീറ്റ് പരീക്ഷകൾ എങ്ങനെ ഭംഗിയായിട്ട് നടത്താമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് 2024 ഇതിനേക്കാൾ വലിയൊരു പരീക്ഷ ചോർച്ചയുണ്ടായത്. അന്ന് ഗവൺമെൻറ് ഒരു ഹൈ ലെവൽ ഡെലിഗേഷനെ വെച്ചിരുന്നു, ഡോക്ടർ രാധാകൃഷ്ണനെ അധ്യക്ഷനായിട്ട്. ആ ഡെലിഗേഷന്, ആ കമ്മീഷന് 101 നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് മുന്നിൽ സമർപ്പിച്ചു. പരീക്ഷ പേപ്പറുകൾ എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണം, അതിൻ്റെ ലോജിസ്റ്റിക്സ്, എങ്ങനെ തേർഡ് പാർട്ടികളെ ഇതിൻ്റെ ചോദ്യം തയ്യാറാക്കുന്നതിന് കൊടുക്കരുത്, ഇങ്ങനെയുള്ള 101 നിർദ്ദേശങ്ങളാണ് വെച്ചിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ, ഉദ്യോഗസ്ഥന്മാരുടെ പിഴവ് കൊണ്ടോ, ഗവൺമെൻറ് അലസത കൊണ്ടോ ആ നിർദ്ദേശങ്ങളൊന്നും നമുക്ക് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 2005-ലും 2006-ലും വീണ്ടും ഇതുപോലെയുള്ള പരീക്ഷ ചോർച്ചകളും ഉണ്ടായി. ഇതിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സമരങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നുണ്ടായ ഉത്കണ്ഠകളിൽ നിന്നും മാതാപിതാക്കളുടെ ആകാംക്ഷകളിൽ നിന്നെല്ലാം ഗവൺമെൻറ് ഒരു ഭേദഗതി ബില്ല്, ശക്തമായൊരു ഭേദഗതി ബില്ല് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാവരും കൂടി ചേർന്ന് ഈ ബില്ല് ആവശ്യമായ ചർച്ചകൾക്ക് ശേഷം പാസ്സാക്കി നമ്മുടെ രാജ്യത്ത് കുറ്റമറ്റ രീതിയിൽ ഒരു പരീക്ഷ നടത്താൻ ആവശ്യമായ ഒരു പരിസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ധാരാളം സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ഭരണകക്ഷിയായ BJP എത്രയോ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. രാമജന്മഭൂമി സമരം നടത്തിയിട്ടുണ്ട്, മണ്ഡൽ വിരുദ്ധ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ പൊളിറ്റിക്സ് ധാരാളം മാറിയിട്ടുണ്ട്. അതുപോലെ പ്രതിപക്ഷ കക്ഷികൾ വിദ്യാർത്ഥികളെ പിന്താങ്ങിയെങ്കിൽ ആ ഒരു പൊളിറ്റിക്സ് ഇന്നലെ കൊണ്ട് അവസാനിച്ചു. ഇനി മുതൽ നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിന് ആവശ്യമായ ഈ ഭേദഗതി ബിൽ സ്വീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ശരി, ശ്രീ ഡോക്ടർ വർഗീസ് ജോർജ്, അങ്ങ് പറയുന്നത് മിതമായ വാക്കുകളിൽ മിതമായ ഭാഷയിലാണ്. കാരണം നമുക്ക് ഈ ബില്ല് നടപ്പിലാവുകയും അതിനുശേഷം വരാനിരിക്കുന്നതിനെ സ്വാഗതം ചെയ്യുകയും അതിന് പിന്നാലെ സഞ്ചരിക്കുകയുമാണ് വേണ്ടത് എന്നങ്ങ് പറയുന്നു. ശരി.